ഹായ് ഫ്രണ്ട്സ്, മണിമുത്ത് സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ജയമോഹിനിയെ വിളിച്ചിട്ട് മുത്ത് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. മണിക്കുട്ടി ഇനി ഇവിടെ പഠിക്കില്ല അമ്മമ്മേ, എന്തായാലും അവൾ ഇവിടുന്ന് തിരിച്ചു പോയി. അതെങ്ങനെ മോളെ, നീ എങ്ങനെ അത് സാധിച്ചെടുത്തതെന്ന് ചോദിക്കാട്ടോ ചെയ്യുന്നത്. അതൊക്കെ ഞാനുള്ള സ്ഥലത്ത് അവൾ ഇനി പഠിക്കാനായിട്ട് വരില്ല. അവൾക്ക് പഠിക്കാൻ വേണ്ട, ഒന്നും വേണ്ട പറഞ്ഞിട്ട് തിരിച്ചു ഓടിയിട്ടുണ്ട്. അവൾ അങ്ങോട്ടേക്ക് ഇപ്പോൾ വരുമെന്ന് പറയുന്നുണ്ട്. എന്തായാലും കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്, അതൊക്കെ ഞാൻ വന്നിട്ട് പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യണേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അവിടേക്ക് കാവ്യ വരുന്നുണ്ട്. കാവ്യ വന്നതിന് ശേഷം കാവ്യ ചോദിക്കുകയാണ്, എന്താ അമ്മേ, എന്താണ് പറയുന്നത്, മുത്താണോ വിളിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്. മുത്ത് തന്നെ. മണിക്കുട്ടിയുടെ സ്കൂൾ പഠിത്തമൊക്കെ കഴിഞ്ഞു, ഇനി അവൾ ഇവിടെ ഇരുന്ന് പഠിക്കും. എന്തായാലും ഇനി അവൾക്ക് സ്കൂളിലൊന്നും പോകാൻ പറ്റില്ല. നമ്മുടെ മുത്ത് നമ്മൾ പ്രതീക്ഷിച്ച ഒരാളല്ല, നിന്നെ പോലെയല്ല അവൾ. എൻ്റെ പേരക്കുട്ടി വളരെ നല്ല ബുദ്ധിമതിയാണെന്നൊക്കെ പറയുന്നുണ്ട്. അവൾ ഇനി പഠിക്കാൻ വേണ്ട മണിക്കുട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് പോകുന്നു. അപ്പോൾ കാവ്യയ്ക്ക് ഒരു വിഷമാവുന്നുണ്ട്. കാരണം കാവ്യയ്ക്ക് ഇപ്പോഴും മുത്തിനെയും കൃഷ്ണയും ഇഷ്ടമാണെന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ തോന്നുന്നത്. അതിന് ശേഷം തന്നെ കാണിക്കുന്നത് ഭരത്തിനെയാണ്. ഭരത് കണക്കുകളെല്ലാം പരിശോധിക്കുകയാണ് ചെയ്യുന്നത്. പൈസയുടെ കണക്കുകളാണ് ഭരത്തിന് എപ്പോഴും അറിയേണ്ടത്. അതിനുശേഷം തന്നെ മാനേജറിനെ വിളിക്കുന്നുണ്ട്. വിനോദിനെ വിളിച്ചതിന് ശേഷം പറയുന്നുണ്ട്, എന്താടോ ഈ പ്രാവശ്യത്തെ ലോഡ് കുറച്ച് സമയം വൈകിട്ടല്ലേ വരുള്ളൂ, എന്നാലും അതിൻ്റെ മുന്നേ അതിനുള്ള കാശ് എനിക്ക് കിട്ടിയിരിക്കണം എന്ന് പറയാണ്. സർ അങ്ങനെ തരാനായിട്ട് പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കണക്കനുസരിച്ചേ പോവുള്ളൂ. ഇതിൻ്റെ എം ഡി ഞാനാണ്, അതോ കൃഷ്ണയെയാണോ എപ്പോഴും എം ഡി ആയിട്ട് നിങ്ങൾ സങ്കല്പിച്ച് വെച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതല്ല സർ, ഇങ്ങനെയൊന്നും ചെയ്യാനായിട്ട് പാടില്ല, എന്നാൽ തൻ്റെ റിസ്കിൽ താൻ എനിക്ക് പൈസ തരൂ എന്ന് പറയുന്നുണ്ട്. എൻ്റെ റിസ്കിൽ വേണമെങ്കിൽ ഞാൻ സാറിന് പൈസ എടുത്തു തരാം. സാറിന് എത്രയേ വേണ്ടിയിരിക്കുക, എനിക്ക് കുറച്ച് അധികം പൈസ വേണം, ഒരു 6 ലക്ഷം രൂപ വേണം എന്ന് പറയുന്നുണ്ട്. ഇനി 6 ലക്ഷം ഒന്നും എന്നെ കൊണ്ട് കൂട്ടിയാൽ ഇപ്പോൾ കൂടില്ല എന്നൊക്കെ പറയാട്ടോ ചെയ്യുന്നത്. എങ്കിൽ താൻ ഈ കണക്കനുസരിച്ച് വരുന്ന ലോഡിനനുസരിച്ച് എടുത്തോ, പക്ഷേ ആ സമയത്തിന് മുന്നേ തന്നെ എനിക്ക് പൈസ കിട്ടിയിരിക്കണം. താൻ പറഞ്ഞത് കേട്ടിട്ടുണ്ടോ, അത് ചെയ്യാനായിട്ട് പാടില്ല സർ എന്ന് പറയുന്നുണ്ട്. താൻ ഇവിടുത്തെ മാനേജറാണ്, ഞാൻ പറഞ്ഞാൽ കേട്ടിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും തനിക്ക് സമ്മതമല്ലേ എന്നൊക്കെ പറയുമ്പോൾ മാനേജർ മിണ്ടുന്നൊന്നുമില്ല. പിന്നെ സമ്മതിപ്പിച്ച് പുറത്തേക്ക് വിടുകട്ടോ ചെയ്യുന്നത്. അതിനുശേഷം തന്നെ മണിക്കുട്ടിയും അതുപോലെ തന്നെ കൃഷ്ണയും സ്കൂളിൽ നിന്ന് തിരിച്ചു വരികയാണ്. എന്തായാലും അഡ്മിഷൻ എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ നല്ല വിഷമത്തോടു കൂടി തന്നെ അവർ തിരിച്ചു വരുമ്പോഴത്തേനും നമ്മുടെ കൃഷ്ണ ചോദിക്കുന്നുണ്ട്, മണിക്കുട്ടിയോട് ചോദിക്കുന്നുണ്ട്, മോൾക്ക് വല്ല ഐസ്ക്രീമോ കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ വേണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഒന്നും വേണ്ട അച്ഛൻ, നമുക്ക് വീട്ടിലേക്ക് പെട്ടെന്ന് തന്നെ പോകാമെന്ന് പറയുന്നു. അപ്പോഴത്തേനും കൃഷ്ണയുടെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ്. അത് വിനോദാണ് വിളിക്കുന്നത്. അപ്പോൾ മോളെ, ഇതാരാണ് വിളിക്കുന്നത് എന്നൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുകയാണ് മണിക്കുട്ടിയോട്. ഇത് വിനോദങ്ങളാണ് അച്ഛ എന്ന് പറയുന്നുണ്ട്. എന്താണോ വിനോദ് വിളിക്കുന്നത്, എന്തായാലും കോൾ അറ്റൻഡ് ചെയ്തിട്ട് സ്പീക്കറിലിട്ടോ എന്ന് പറയുന്നു. അതിനുശേഷം വിനോദ്, സർ ഞാൻ വിനോദാണ്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സാറിനോട് പറയാനുണ്ട്. വിനോദേ, ഞാൻ വിളിക്കാനൊന്നും പറ്റില്ല, എൻ്റെ അവസ്ഥ വളരെ മോശമാണിപ്പം. എന്താ എങ്ങനെയൊക്കെ കമ്പനിയിലെ കാര്യങ്ങളൊക്കെ പോകുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സാറിനോട് ഇപ്പോൾ ഇങ്ങനെ പറയാനുള്ള ഒരു കാര്യമുണ്ട്. കാരണം ഈ അവസ്ഥയിൽ പറയണമെന്ന് ഞാൻ കുറേ വട്ടം ആലോചിച്ചു, പക്ഷേ അത് ഇനി പറഞ്ഞില്ലെങ്കിൽ ഞാൻ നന്ദികേട് കാണിക്കുന്നവനാവില്ലേ സർ, അതുകൊണ്ടാണ്. സാറിൻ്റെയും കൂടി അധ്വാനത്തിൻ്റെ ഫലമല്ല ഈ കമ്പനി ഇത്രയും ഉയർന്നത്, അതുകൊണ്ട് സാർ ഇത് അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നു. എന്തെങ്കിലും ഭരത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? ഭരത്ത് ഇനി വരാൻ പോകുന്ന ലോഡിന് മുൻകൂട്ടി തന്നെ പൈസ എടുത്തിരിക്കുകയാണ്. 6 ലക്ഷം രൂപ അയാൾക്ക് വേണമെന്നാണ് പറയുന്നത്. സർ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? വിനോദ് എന്താ ഇപ്പോൾ പറഞ്ഞത്? ഞാനിപ്പോൾ ഒന്നും പറഞ്ഞിട്ടില്ല, ഞാൻ അയാൾ പറഞ്ഞതിനൊന്നും മറുപടി പറഞ്ഞിട്ടൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഞാൻ ആലോചിച്ചിട്ട് പറയാം. എന്തായാലും ഭരത്തിൻ്റെ പോക്ക് ശരിയല്ല, കാരണം കമ്പനി ആകെ തൊലയ്ക്കും അവനെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ശരി എന്നാൽ വിനോദേ, ഞാൻ എന്തായാലും നല്ലപോലെ ആലോചിക്കട്ടെ, കാര്യങ്ങൾ തീരുമാനിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ശരി സർ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. അതിനുശേഷം മണിക്കുട്ടിയും അതുപോലെ കൃഷ്ണയും ആകെ ടെൻഷൻ അടിച്ച് നിൽക്കണം. എന്താ കൃഷ്ണ ചെയ്യാനായിട്ട് പോകുന്നത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വീടെത്തുകയാണ്. വീടെത്തിയതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുന്നു. അപ്പോൾ മണിക്കുട്ടി ഓടി വന്ന് പറയുന്നുണ്ട്, ഒന്നും പറയാനായിട്ട് നിൽക്കണ്ട, നമുക്കിവിടെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. മോളെ, ഇങ്ങനത്തെ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ പറയണം. മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ പ്രശ്നമാവുകയല്ലേ ഉള്ളൂ. അതുകൊണ്ട് മോൾ അവിടെ നിൽക്കുക, ഞാൻ പറയട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. മോളെ, കാവ്യ ഉണ്ടോ താഴെ എവിടെയെങ്കിലും ചോദിക്കുന്നുണ്ട്. ഇവിടെയൊന്നും കാണാനില്ല. എങ്കിൽ കാവ്യ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണ വിളിക്കുകയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ജയമോഹിനിയും വരികയാട്ടോ, താഴത്തോട്ട് വരുന്നുണ്ട്. എന്തിനാ നീ കാവ്യ കുറേ നേരമായല്ലോ വിളിക്കുന്നത്, നിനക്കെന്താ സ്വയബുദ്ധി ഇല്ലാണ്ടായോ? വീണ്ടും കാവ്യനെ വിളിക്കുന്നത്. എനിക്ക് കാവ്യയോട് കുറച്ച് സംസാരിക്കാനുണ്ട്. അവൾക്ക് നിന്നോട് സംസാരിക്കണ്ടെങ്കിലോ? എനിക്ക് അവളോട് സംസാരിക്കണം, പെട്ടെന്ന് തന്നെ അവളെ ഒന്ന് വിളിക്കുക എന്ന് പറയുന്നു. അങ്ങനെ കാവ്യ ഇറങ്ങി വരാട്ടോ ചെയ്യുന്നത്. എന്താമ്മേ, എന്തിനങ്ങനെ വിളിച്ചു പോകുന്നത്? എനിക്കറിയില്ല, സ്വയബുദ്ധി നഷ്ടപ്പെട്ടു എന്നാ തോന്നുന്നത്. കാവ്യ, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, നീ എൻ്റെ കൂടെ വായു എന്ന് പറയുന്നുണ്ട്. എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാനില്ല എന്ന് അമ്മയൊന്ന് പറയൂ എന്ന് പറയുന്നു. അപ്പോൾ തന്നെ കൃഷ്ണ പറയുന്നുണ്ട്, എനിക്ക് സംസാരിക്കണം, അതിനു വേണ്ടി നീ എൻ്റെ കൂടെ വന്നേ പറ്റുള്ളൂ എന്ന് പറയുകയാണ്.
എനിക്ക് ആരുടെ കൂടെ വരാനും താല്പര്യമില്ല, എനിക്ക് പറയാനുള്ളത് നീ കേട്ടിരിക്കണം എന്നും പറഞ്ഞിട്ട് അകത്തേക്ക് പിടിച്ച് വലിച്ച് കൊണ്ടുപോവാണ്. കാവ്യ വരാൻ കൂട്ടാക്കുന്നില്ല. എന്നാലും കാവ്യനെ വലിച്ചടിച്ചുകൊണ്ട് കൊണ്ടുപോവാണ്. എന്നിട്ട് റൂം അടച്ചിട്ട് കാര്യങ്ങളെല്ലാം തന്നെ കൃഷ്ണ കാവ്യയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനിയിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഭരത് നമ്മളെ പറ്റിക്കുകയാണ്. കാരണം അത് കമ്പനി ഉയർച്ചയല്ല താഴ്ചയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എന്ന് പറയുന്നുണ്ട്. കാവ്യ കമ്പനിയിൽ പോകണമെന്നും അവിടെ കാര്യങ്ങളെല്ലാം തന്നെ കാവ്യ അന്വേഷിച്ച് കണ്ടുപിടിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്താ മതിയായോ നിങ്ങൾ പറഞ്ഞത് എന്ന് പറയുന്നുണ്ട് കേട്ടോ കൃഷ്ണയോട്. അല്ല കാവ്യ, നിനക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? ഭരത എൻ്റെ അച്ഛൻ്റെ മകനാണ്. കാരണം എൻ്റെ അച്ഛൻ്റെ മകന് ആ കമ്പനിയിൽ പോകാനും അതിൽ ഉയർന്നൊരു സ്ഥാനത്തിരിക്കാനും എല്ലാം കൊണ്ടും അർഹതയുണ്ട്. അവനവിടെ അങ്ങനെ ഒന്നും ചെയ്യില്ല എന്നുള്ള എനിക്ക് നല്ല ഉറപ്പുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞത് നീ ഇപ്പോൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ കൂടുതൽ നഷ്ടമാണ് വരാനായിട്ട് പോകുന്നത്. എനിക്ക് കാഴ്ചയില്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ കമ്പനിയിലേക്ക് പോകാത്തത്. അത് കാരണം തന്നെ ഭരത് അവിടെ കൂടുതൽ നഷ്ടത്തിലാണ് ആ കമ്പനി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതൊക്കെ പറയുന്നുണ്ട് കേട്ടോ. 6 ലക്ഷം രൂപയാണ് ഭരത് എഴുതി മേടിക്കാനായിട്ട് പോകുന്നത്. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്താൽ കമ്പനിക്ക് നഷ്ടമല്ലേ ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുന്നുണ്ട് കാവ്യയോട്. നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട, നിങ്ങൾക്ക് എന്താണ് ഒന്നൊക്കെ പറയുന്നുണ്ട്. മേനോൻ സാർ എനിക്ക് തന്നിട്ടുള്ള ഒരു കമ്പനിയാണ്. എന്നെ വിശ്വസിച്ച് മേനോൻ സാർ എന്നെ ഏൽപ്പിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അതിൽ ഉത്തരവാദിത്വമുണ്ട് കാവ്യ എന്ന് പറയുന്നുണ്ട്. അച്ഛൻ അത് ചെയ്തത് തെറ്റായി, അച്ഛൻ്റെ മകൾക്കൊരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ട് ഏൽപ്പിച്ചതാണ്. പക്ഷേ അതെല്ലാം തന്നെ നഷ്ടപ്പെട്ടു പോയില്ലേ. ഇനിയിപ്പോൾ എന്താണ് പറയുന്നത്? അച്ഛൻ ചെയ്തിട്ടുള്ള ഈ ഒരു കാര്യം മാത്രമാണ് എനിക്കിഷ്ടപ്പെടാത്തത് എന്നൊക്കെ കാവ്യ പറയുന്നുണ്ട് കൃഷ്ണയെക്കുറിച്ച്. നീ എന്നെക്കുറിച്ച് ആലോചിക്കണ്ട, നീ കമ്പനിയെക്കുറിച്ച് ആലോചിക്കും. മേനോൻ സാർ അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ, നീ അത് മനസ്സിലാക്കുക എന്ന് പറയുന്നുണ്ട്. മേനോൻ സാറിൻ്റെ മകനാണ് ഭരത് എന്തായാലും ആ കമ്പനിയിൽ ഇരിക്കുന്നതും ചെയ്യുന്നതും ഒരു തെറ്റല്ല എന്നൊക്കെ പറയുന്നുണ്ട് കാവ്യ. നീ ഒന്ന് മനസ്സിലാക്കുക കാവ്യ എന്നൊക്കെ പറഞ്ഞ് കുറേ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ കാവ്യയാണെങ്കിൽ അതൊന്നും അനുസരിക്കാനായിട്ട് തയ്യാറാവുന്നില്ല. ഒന്നുകിൽ കൃഷ്ണയുടെ മുന്നിൽ ഒന്ന് അനുസരണയോടുകൂടി നിൽക്കാൻ തന്നെ കാവ്യ സമ്മതിക്കുന്നില്ല. അതിനുശേഷം തന്നെ കൃഷ്ണയോട് എല്ലാം തന്നെ പറഞ്ഞതിന് ശേഷം കൃഷ്ണ മടങ്ങിപ്പോകുന്നു കേട്ടോ. അതിനുശേഷം തന്നെ ജയമോഹിനി കൃഷ്ണയോട് ചോദിക്കുന്നുണ്ട്, എന്താ നിനക്ക് അവളോട് പറയാനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ, നിങ്ങളുടെ മകളോട് ചെന്ന് ചോദിക്കുക എന്താണ് ഞാൻ പറഞ്ഞിട്ടുള്ളതെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അകത്തേക്ക് പോകുന്നു. വീണ്ടും കൃഷ്ണയും മണിക്കുട്ടിയും കൂടി സംസാരിക്കുകയാണ്. അച്ഛ ഒന്നും കാവ്യൻ്റെ അനുസരിച്ചില്ല അല്ലേ? കാവ്യയ്ക്ക് അവനെക്കുറിച്ച് അറിയാം, പക്ഷേ അവൻ്റെ അമ്മയ്ക്കും അറിയാം. പക്ഷേ എന്താണെന്ന് വെച്ചാൽ പ്രശ്നം എന്നോടുള്ള ദേഷ്യമാണ് ഇപ്പോൾ ഭരത്തിനോടുള്ള ഇഷ്ടമായി മാറിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മണിക്കുട്ടി പറയുന്നുണ്ട്, എന്തായാലും അച്ഛാ ഇതിനെല്ലാം തീർപ്പ് കൽപ്പിക്കാം. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അച്ഛൻ ധൈര്യമായിട്ട് ഇരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും മോളെ ഈ കമ്പനിയിൽ നഷ്ടം വരാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെയും കൃഷ്ണ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും അകത്തേക്ക് ജയമോഹിനി പോകുന്ന സമയത്ത് കാവ്യ അവിടെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം കൃഷ്ണ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ശരിയാവും. കൃഷ്ണ കമ്പനിയിൽ വേണ്ടിയിട്ട് ഒരുപാട് ത്യാഗം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് അതിൻ്റെ ഉയർച്ച മാത്രമേ കൃഷ്ണ ആഗ്രഹിക്കുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ജയമോഹിനി പറയുന്നുണ്ട്, എന്തിനാണ് നീ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? കൃഷ്ണയെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് കമ്പനിയിലല്ല, വിനോദ് അടക്കം. അതുകൊണ്ട് തന്നെ വ്യാജമായിട്ടുള്ളൊരു രേഖ സംഘടിപ്പിക്കാനും ഭഗത്തിനെ ചതിയിലാഴ്ത്താനൊക്കെ കൃഷ്ണയ്ക്ക് നല്ല പോലെ അറിയാം. എല്ലാവരും അവൻ്റെ പക്ഷത്താണ് നിൽക്കുക. അതുകൊണ്ട് ഇതൊന്നും നീ വിശ്വസിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. 6 ലക്ഷം രൂപയാണ് അമ്മയെ നഷ്ടം വരാനായിട്ട് പോകുന്നത്. അതെല്ലാം തന്നെ മനസ്സിലാക്കണ്ടേ? ഇതെല്ലാം തന്നെ വ്യാജരേഖയാണ് ചെയ്യുന്നതെങ്കിൽ നീ എന്ത് ചെയ്യും കാവ്യ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഭരത് ഇത് ചെയ്തതിന് എന്താ ഇത്ര ഉറപ്പ്? ആ വിനോദും കൃഷ്ണയുടെ ആൾ തന്നെയല്ലേ? നീ അത് മനസ്സിലാക്കുക. അല്ലാതെ പെട്ടെന്ന് തന്നെ ഭരത്തിനെ സംശയിക്കേണ്ട യാതൊരു കാര്യമില്ല എന്നൊക്കെ ജയമോഹിനി തെറ്റിദ്ധരിപ്പിക്കുകയാണ് കാവ്യയെ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങളൊക്കെ കഴിയുന്നത്.